ഹായ് ഒരുവൺ. നമ്മൾ ചിന്തിക്കുന്നത് പുറപ്പാട് 16-ാം അധ്യായമാണ്. എക്സോഡസ് ചാപ്റ്റർ 16. അവിടെ നമ്മൾ ദൈവം ഇസ്രായേൽ മക്കളെ മന്ന കൊടുത്ത് അവരെ പോഷിപ്പിക്കുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. അവർ ദൈവത്തോട് അവിടെ കുറ്റം പറയുകയാണ്. അവർക്കവിടെ ആഹാരമില്ലാതിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അവർ ദൈവത്തോട് കുറ്റം പറയുകയാണ്, ദൈവത്തെ കുറ്റം പറയുകയാണ്. അതുപോലെ മോശയെ കുറ്റം പറയുകയാണ്. അവരവിടെ കുറ്റം പറയുന്ന ഒരു മനോഭാവം അവരിലേക്ക് വരുവാനിടയായി തീർന്നു. അവർ പറയുകയാണ്, ഈജിപ്തിലായിരുന്നെങ്കിൽ, മിസ്രൈമിലായിരുന്നെങ്കിൽ അവർക്ക് അറ്റ്ലീസ്റ്റ് ആഹാരം കഴിച്ചെങ്കിൽ രാത്രിയിലൊക്കെ സുഖമായിട്ട് കിടക്കാമായിരുന്നു. ഇവിടെ ഞങ്ങൾ വന്നതിന് ശേഷം ഇവിടെ ഞങ്ങൾ മരിക്കാൻ പോവുകയാണെന്നുള്ള ആ ഒരു കാര്യം അവിടെ പറയുകയാണ്. അപ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കണമെങ്കിൽ മനസ്സിലാക്കുന്നത് അവരുടെ ഇപ്പോഴുള്ള കാഴ്ചപ്പാട് ആ പണ്ടത്തെ ആ കാര്യത്തിൽ തന്നെയാണ്. ആ പണ്ടത്തെ കാര്യം ഇപ്പോഴും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മാനസിക അവസ്ഥ നമ്മൾക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദൈവമക്കൾ എന്ന നിലയിൽ നമ്മൾ പണ്ട് സംഭവിച്ചു, അതിനെ ഇനി പിടിച്ചു വെക്കുന്ന ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ അത് റിയലൈസ് ചെയ്യണം. അതുപോലെ തന്നെ അവരെ ഇത്രയും നാൾ ദൈവം നടത്തിയതായിരുന്നു. അവർ അതൊക്കെ മറന്നിട്ടാണ് അവർ മോശയോട് ദൈവത്തെ ഇങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യുന്നത്. മോശ പറഞ്ഞിട്ടാണ് ഇങ്ങനെ വന്നത്, അതായിപ്പോൾ ഞങ്ങൾ മരിക്കാൻ പോകുന്നതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ മറക്കരുത്. നമ്മളുടെ എല്ലാവരുടെയും ഒരു കോമൺ ഒരു ടെൻഡൻസിയാണ്, ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ദൈവം നമുക്ക് മുൻപോട്ട് ചെയ്ത കാര്യങ്ങളൊക്കെയും നമ്മളത് മറന്നു പോകുക എന്നുള്ളത് നമ്മളുടെ ഒരു സാധാരണയായിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ടെൻഡൻസിയാണ്. പക്ഷെ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് ബുദ്ധിമുട്ട് വരാനും കഷ്ടം സഹിക്കുവാനായിട്ടും കൂടെയാണ് ദൈവം നമുക്ക് ആ ഒരു വരം തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരല്പം ബുദ്ധിമുട്ട് വരുമ്പോൾ ദൈവത്തെ കുറ്റം പറയാതെ അപ്പോഴും ദൈവത്തെ സീക്ക് ചെയ്യാനായിട്ടും നമ്മൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്നതൊക്കെ നമുക്ക് അതുപോലെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടും ഉള്ള ഒരു കൃപ ലഭിക്കുവാനായിട്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഈ ചിന്തകൾ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.